ഫുട്ബോളിലൊരു വേൾഡ് കപ്പ് ജയിക്കുക എന്നത് ഒരു രാജ്യത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു നേട്ടം തന്നെയാണ്. ആ നിമിഷം കളിക്കാരൊക്കെ ആരാധകരുടെ മുമ്പിൽ ലെജൻസ് ആയിട്ട് മാറും. ആരാധകർ വർഷങ്ങളോളം ആ ദിവസം ഓർത്തു വെക്കുകയും ചെയ്യും. ഒരു രാജ്യം മുഴുവൻ വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു സമയമാണത്. പക്ഷെ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേൾഡ് കപ്പ് ജയിച്ച പല ടീമുകളും അടുത്ത വേൾഡ് കപ്പ് എത്തുമ്പോഴേക്കും പഴയ ടീം പോലെ തോന്നാറില്ല. ചിലർ നേരത്തെ പുറത്താകും. ഇത് വെറും ഒരു കോയിൻസിഡൻസ് ആവോ? അല്ലെങ്കിൽ ഫുട്ബോൾ ലോകത്ത് ആരും അധികം സംസാരിക്കാത്ത ഈ ഒരു കേസ് ശരിക്കും ഉണ്ടാവുമോ? 2010 വേൾഡ് കപ്പ് നടന്നപ്പോൾ സ്പെയിന് ലോകം കീഴടക്കി. ആ സമയത്ത് സ്പെയിന് വെറും ഒരു ഫുട്ബോൾ ടീം മാത്രമായിരുന്നില്ല, ഒരു മെഷീന് പോലായിരുന്നു. ബോൾ പൊസിഷനിങ്ങും പാസിംഗ് കൺട്രോളും എല്ലാം അവരുടെ കൈവശം തന്നെ ഉണ്ടായിരുന്നു. അവരെ തോൽപ്പിക്കുന്നത് അസാധ്യമാണ് എന്ന് ഒരാളുകൾ പറയാൻ തുടങ്ങി. പക്ഷെ 4 വർഷത്തിന് ശേഷം 2014 ഒരു വേൾഡ് കപ്പ് നടന്നപ്പോൾ അതേ സ്പെയിന് ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായി. ലോകം മുഴുവൻ ഞെട്ടി, കാരണം ആരും ഇത് പ്രതീക്ഷിച്ചിരുന്നതല്ല. പലരും അതൊരു ബാഡ് ടൂർണമെന്റ് കരുതി. പക്ഷെ പിന്നീട് 2014 ജർമ്മനി വേൾഡ് കപ്പ് ജയിച്ച് ബ്രസീലിനെ 7-1 തോൽപ്പിച്ചത്. ആ രാത്രി ഇന്നും ചരിത്രത്തിലെ ഏറ്റവും ഷോക്കിംഗ് മൊമെന്റിൽ ഒന്നായിട്ടാണ് ആരാധകർ കാണുന്നത്. ആ ജർമ്മനി ടീമിനെ കണ്ടപ്പോൾ ഇനി കുറേ വർഷം ഇവരാണ് ലോക ഫുട്ബോൾ ഭരിക്കുക എന്ന് വരെ തോന്നും. പക്ഷേ 2018 വേൾഡ് കപ്പ് എത്തിയപ്പോൾ വീണ്ടും അതേ കഥ. ജർമ്മനി ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായി. അപ്പോഴാണ് ആളുകൾ ഈ പാറ്റേൺ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇതിനു ശേഷമാണ് ഇന്റർനെറ്റിൽ ഒരു തിയറി വൈറലാവുന്നത്, വേൾഡ് കപ്പ് വിന്നേഴ്സ് കേഴ്സ്. അതായത് ഒരു ടീം വേൾഡ് കപ്പ് ജയിച്ചാൽ അടുത്ത വേൾഡ് കപ്പിൽ അവർക്കൊരു വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. കേൾക്കുമ്പോൾ ഇത് വെറും ഒരു തിയറി പോലെ തോന്നും. പക്ഷെ ചരിത്രം നമ്മളൊന്ന് നോക്കുമ്പോൾ സംശയം തോന്നാതിരിക്കാൻ പറ്റൂല. ഒരു പക്ഷേ ഇതൊരു കേസല്ല. ഒരു ടീം വേൾഡ് ചാമ്പ്യൻ ആകുമ്പോൾ ലോകം മുഴുവൻ അവരെ പഠിക്കാൻ തുടങ്ങും. അവരുടെ ടാറ്റിക്സ്, സ്ട്രെങ്ത്, വീക്ക്നെസ് എല്ലാം അനലൈസ് ചെയ്യും. അടുത്ത 4 വർഷം ലോകത്തിലെ എല്ലാ ടീമുകളുടെയും ലക്ഷ്യം ഒന്ന് മാത്രമായിരിക്കും, ചാമ്പ്യൻസിനെ തോൽപ്പിക്കണം. അപ്പോൾ അവരവിടെ വെറും ഒരു ടീം മാത്രമല്ല, ഒരു ടാർഗറ്റ് പോലെ ആവുകയാണ്. പക്ഷേ ഇതൊക്കെ കേട്ട ശേഷം ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. സ്പെയിൻ, ജർമ്മനി ഇങ്ങനെ പല ചാമ്പ്യൻ ടീമുകൾക്കും വിജയത്തിന് ശേഷം എന്തുകൊണ്ടാണ് ഇത്ര വലിയ തിരിച്ചടികൾ സംഭവിച്ചിട്ടുണ്ടാവുക? ഇത് വെറും ഒരു മിത്ത് മാത്രമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പാറ്റേൺ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? അല്ലെങ്കിൽ വേൾഡ് കപ്പ് ജയിക്കുന്ന നിമിഷം മുതൽ ഒരു ചാമ്പ്യൻ്റെ വീഴ്ച തുടങ്ങുകയാണോ? ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായമാണ് നമുക്ക് അറിയേണ്ടത്. വേൾഡ് കപ്പ് വിന്നേഴ്സ് കേസ് ശരിക്കും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതെല്ലാം ഫുട്ബോളിൻ്റെ ഒരു സ്വാഭാവിക സൈക്കിള് മാത്രമാവോ? എന്താണെങ്കിലും ഈ വീഡിയോയുടെ താഴെ കേഴ്സ് അല്ലെങ്കിൽ മിത്ത് എന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എന്നും പറയുക. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമൻറ്റ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ.